ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ പ്രോക്സ്മോക്സിൻ്റെ ഇൻ്റർഫേസിൽ നമ്മൾ ഹോം അസിസ്റ്റൻറ്റും പിന്നെ ESP ഹോം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണതാണ്. ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ സീക്വലാണ് പ്രോക്സ്മോക്സ് ഇൻസ്റ്റാളേഷൻ്റെ. അതിന് തന്നെ നമുക്ക് ടോപ്പ് റൈറ്റിൽ ക്രിയേറ്റ് VM പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വിൻഡോ വരും. അതിനകത്ത് നമുക്ക് നെയിം ഇപ്പോൾ ഹോം അസിസ്റ്റൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡു നോട്ട് യൂസ് എനി മീഡിയ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം മെഷീൻ Q35 ആക്കണം. എന്നിട്ട് ബയോസ് UEFI ആക്കണം. ഈ EFI സ്റ്റോറേജ് ലോക്കൽ LVM സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രീ എൻറോൾ കീസ് ഓഫ് ആക്കുക. മൈക്രോസോഫ്റ്റിന് വേണ്ടിയിട്ടുള്ള കീസാണ്, അത് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് ഡിസ്കിൽ ഇത് ഡിലീറ്റ് നിൽക്കുക. ഡിസ്ക് നമുക്ക് ആവശ്യമില്ല. CPU നമ്മൾ 2 കോർ കൊടുക്കുക. എന്നിട്ട് റാം മിനിമം ആയിട്ട് 2 GB മതി ഹോം അസിസ്റ്റൻ്റ് ഓടാനായിട്ട്. അത് മിനിമം സ്പെക്കാണ്, അപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെറ്റ്വർക്ക് ഞാൻ അത് തന്നെ ഇടാൻ പോണത് സെയിം ആണ്. അപ്പോൾ ലോക്കൽ ആ സെയിം നെറ്റ്വർക്കിൽ തന്നെ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇരിക്കുന്ന കറണ്ട് നെറ്റ്വർക്ക് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫിനിഷ് വെക്കാം. നമ്മുടെ ഹോം അസിസ്റ്റൻ്റ് വെർച്വൽ മെഷീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണാം VM100. ഇനി റൺ ചെയ്യണമെങ്കിൽ നമുക്കിനി ഹോം അസിസ്റ്റൻ്റ് ഇമേജ് ഫയൽ വേണം. അപ്പോൾ അതേ ഇപ്പോൾ ഹോം അസിസ്റ്റൻ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും KVM പ്രോക്സ്മോക്സ്. ആ ലിങ്ക് ഡൗൺലോഡ് ലിങ്ക് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി നിൽക്കാം. കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രോക്സ്മോക്സിൽ കയറിയിട്ട് PVE സെലക്ട് ചെയ്തിട്ട് ഷെല്ലിൽ കയറിയിട്ട് ഇവിടെ wget എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇമേജ് ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രോക്സ്മോക്സിലോട്ടേക്ക് ആ സെർവറിലോട്ട് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാനാണ് കേട്ടോ. ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ ഫയൽ ഇപ്പോൾ കംപ്രസ്ഡ് ആണ്. .exe എന്നുള്ള ലാസ്റ്റ് എടുപ്പുണ്ട്. അപ്പോൾ നമ്മൾ .exe എന്ന് ടൈപ്പ് ചെയ്തിട്ട് HAO എന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ട് ടാബ് ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോ ഫില്ലാവും. ആ ഒരു മൊത്തത്തിലുള്ള ഫയൽ നെയിം ഓട്ടോ ഫില്ലാവും ടാബ് ഞെക്കി കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞെക്കി കഴിഞ്ഞിട്ട് എൻ്റർ നിൽക്കാം. ഇത് കുറച്ച് സമയം പിടിക്കും, അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫയൽ ഇപ്പോൾ അൺകംപ്രസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയലെടുത്ത് നമ്മുടെ VMലോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമാൻഡ് ഉപയോഗിക്കാൻ പോകണമാണ്. ഈ കമാൻഡിൽ ഈ ഒരു ഫയൽ ഡയറക്റ്റ്ലി നമ്മുടെ വെർച്വൽ മെഷീൻ 100ലോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഇമ്പോർട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 100 അടിക്കും. ഇപ്പോൾ ഈ 100 എന്ന് പറഞ്ഞാൽ ആ വെർച്വൽ മെഷീൻ്റെ ID ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വേറെ വെർച്വൽ മെഷീൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അതനുസരിച്ച് വ്യത്യാസപ്പെടുത്തേണ്ടി കേട്ടോ. ഇപ്പോൾ ഹോം അസിസ്റ്റൻ്റ് ടോപ്പ് ലെഫ്റ്റിലേക്കാണ് 100 എന്നാണ് എഴുതിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 100 അടിച്ച്. അതുപോലെ ഈ HAOS എന്ന പേരും വീണ്ടും ടാബ് അടിച്ച് ഓട്ടോ ഫില്ലാവും. പിന്നെ അതിൻ്റെ കഴിഞ്ഞിട്ട് ലോക്കൽ -LVM എന്ന് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ കമാൻഡ് ഞാൻ മൊത്തം ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ഡിസ്ക്രിപ്ഷൻ ഇട്ടുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് ആൾട്ടർ ചെയ്യണോട്ടോ. ഇപ്പോൾ HAOS OVA-17.3 എന്ന വേർഷൻ ചിലപ്പോൾ മാറും നിങ്ങൾക്ക്. അപ്പോൾ അതനുസരിച്ച് ആൾട്ടർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ. ആൾട്ടർ ചെയ്യേണ്ടി വരില്ല, ടാബാക്കി ഓട്ടോ ഫില്ലാവുന്നതാണ്. എൻ്റർ നിൽക്കുക. സാധനം ഇമ്പോർട്ടായിട്ടുണ്ട് നമ്മുടെ VMലോട്ടേക്ക്. അതിനുശേഷം നമുക്കിനി VMലോട്ടേക്ക് പോവാം. VMലോട്ട് പോയിട്ട് ഹാർഡ്വെയർ സെലക്ട് ചെയ്യുക. ഹാർഡ്വെയർ സെലക്ട് ചെയ്യുമ്പോൾ അടിയിൽ കാണാം അൺയൂസ്ഡ് ഡിസ്ക് 0. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഡിസ്കാർഡ് സെലക്ട് ചെയ്യണ്ട. SSD ആണെങ്കിൽ ഡിസ്കാർഡ് സെലക്ട് ചെയ്തോ. എന്നിട്ട് ആഡ് നിൽക്കുക. അതിനുശേഷം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ അത് ബൂട്ട് ഓർഡർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക് എനേബിൾ ചെയ്യണം. ആഡ് ചെയ്ത ഡിസ്ക്. എന്നിട്ട് അത് മേലോട്ടേക്ക് പൊക്കി വെക്കുക. താഴെ ഇപ്പോൾ കാണുന്ന 2 ഓപ്ഷൻസ് ആവശ്യമില്ല, അതൊക്കെ വേണമെങ്കിൽ ഡിസേബിൾ ചെയ്തിട്ടോ. എന്നിട്ട് ഓക്കെ നിൽക്കാം. എന്നിട്ട് ഇപ്പം മേളിൽ ഒരു കാര്യം ചെയ്യാനും മറന്നുപോയി. അവിടെ സ്റ്റാർട്ട് അറ്റ് ബൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ ഓൺ ആക്കി കിട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രോക്സ്മോക്സ് ഓൺ ആകുമ്പോൾ അത് തന്നെ ഈ ഹോം അസിസ്റ്റൻ്റ് വെർച്വൽ മെഷീൻ ഓൺ ആവും. ഇപ്പോൾ നമ്മുടെ ഹോം അസിസ്റ്റൻ്റ് സക്സസ്ഫുള്ളി ബൂട്ടായിട്ടുണ്ട്. മെയിനായിട്ട് ഇത് ഇവിടെ URL കാണിക്കുന്നുണ്ട് ഈ ഹോം അസിസ്റ്റൻ്റിലോട്ടേക്ക് റീച്ച് ചെയ്യാനുള്ളത്. എൻ്റെ ഇപ്പോൾ കറണ്ട് സെറ്റപ്പിൽ ഈ ഹോം അസിസ്റ്റൻ്റ് URL വർക്ക് ചെയ്യില്ല. കാരണം എൻ്റെ കമ്പ്യൂട്ടർ ഇപ്പോൾ വേറൊരു VLAN-ലാണ്, സെപ്പറേറ്റ് സബ്നെറ്റിലാണ്. അപ്പോൾ ഞാനിപ്പോൾ IP അഡ്രസ്സ് ഉപയോഗിക്കാൻ പോണേ. നിങ്ങൾ ഈ URL ഉപയോഗിച്ചാൽ മതി. ലോക്കൽ ഹോം അസിസ്റ്റൻ്റ് .local ടൈപ്പ് ചെയ്താൽ മതി. അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ http://homemassistant.local:8123 അങ്ങനെ ടൈപ്പ് ചെയ്യണം കേട്ടോ. വെറുതെ ഹോം അസിസ്റ്റൻ്റ് .local: 123 അടിച്ചാൽ നമുക്ക് വർക്കില്ല. കാരണം അത് HTTPS കൂടി കൂട്ടും. ഇത് HTTP ആണ്, വെറുതെ വന്നില്ല. അപ്പം ഞാൻ എൻ്റെ പകരം ഈ സെർവറിൻ്റെ IP അഡ്രസ്സ് തന്നെ അടിക്കാൻ പോകണം. IP അഡ്രസ്സ് കാണാൻ മേലെ തന്നെ IPv4 ആണ് നമ്മുടെ ലോക്കൽ IP അഡ്രസ്സ്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇവിടെ ആ ഹോം അസിസ്റ്റൻ്റ് .local മാറ്റിയിട്ട് ആ IP അഡ്രസ്സ് ടൈപ്പ് ചെയ്യും.
ടൈപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കാണാൻ പറ്റിയത് നമ്മുടെ ഹോം അസിസ്റ്റൻ്റെ മെയിൻ പേജിൽ എത്തിക്കണം. ഇപ്പോൾ പ്രിപ്പയറിംഗ് ആണ്, ഇപ്പോഴും സാധനം ഓണായിട്ട് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ മെയിൻ പേജിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ക്രിയേറ്റ് മൈ സ്മാർട്ട് ഹോം എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പേര്, യൂസറിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് പാസ്വേഡും സെറ്റ് ചെയ്യുക, ലൊക്കേഷനും സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ വെറുതെ ചുമ്മാ കേരള എന്ന് കൊടുക്കാൻ പോണാണ് ലൊക്കേഷൻ. എന്നിട്ട് UTC നമ്മുടെ +530 ആണ്. കൺട്രി ചേഞ്ച് ചെയ്യാൻ മറന്നു, ജസ്റ്റ് അത് ചേഞ്ച് ചെയ്യാം കേട്ടോ, ഇന്ത്യയിലോട്ട് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ നെക്സ്റ്റ് കൊടുത്താൽ മതി. ഇത് ഞാനൊന്നും ചെയ്യാറൊന്നുമില്ല. ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹോം അസിസ്റ്റൻ്റ് ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിൽ ഹോം അസിസ്റ്റൻ്റ് ഡാഷ്ബോർഡ്. ഇനി ESP ഹോം ഇൻസ്റ്റാളേഷനാണ് ചെയ്യാൻ പോണത്. ESP ഹോം ഇൻസ്റ്റാൾ ചെയ്യാൻ സിമ്പിളാണ്. സെറ്റിങ്സിലോട്ടേക്ക് പോവാം. ആപ്സ് ക്ലിക്ക് ചെയ്യുക. ബോട്ടം റൈറ്റിൽ ഇൻസ്റ്റാൾ ആപ്പ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക ESP ഹോം. അപ്പം നടുക്ക് ഓപ്ഷൻ കാണും ESP ഹോം ഡിവൈസ് ബിൽഡർ എക്സ്പെരിമെൻ്റ് അല്ലാത്ത, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തോ. കുറച്ച് സമയം പിടിക്കും കേട്ടോ, വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മേളിൽ സ്റ്റാർട്ട് ബട്ടൺ കാണും. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടിയിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ഷോ ഇൻ സൈഡ് ബാർ, അതും എനേബിൾ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ESP ഹോം ബിൽഡർ വന്നിട്ടുണ്ടാവും. അതും ക്ലിക്ക് ചെയ്താൽ ESP ഹോമിൻ്റെ ഡാഷ്ബോർഡ്. ന്യൂ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ വെക്കുക. ന്യൂ ഡിവൈസ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോൺഫിഗറേഷനിൽ ജസ്റ്റ് പേര് കൊടുക്കും. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ചെയ്യണല്ലോ, ശരിക്കും ഒന്നും ചെയ്യണില്ല. ടെസ്റ്റ് ESP എന്ന് അടിക്കുകയാണ്. പിന്നെ വൈഫൈയുടെ, നിങ്ങളുടെ വീട്ടിലെ വൈഫൈയുടെ പേരും പാസ്വേഡ് അടിക്കുക. ഏതാണ് ഈ ESP അതായിട്ട് കണക്ട് ചെയ്യാൻ പോകണം, വൈഫൈയുടെ പേരും പാസ്വേഡ് അടിക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യണം, ESP32 സെലക്ട് ചെയ്ത്. എന്നിട്ടൊരു ഇൻസ്ക്രിപ്ഷൻ കീ വരും, ഇനി സ്കിപ്പ് കൊടുക്കുക. ഇനി എഡിറ്റ് ചെന്നതിനെ കാണാൻ പറ്റും നമ്മുടെ വൈഫൈയുടെ പേരും പാസ്വേഡ് എക്സ്ക്ലമേഷൻ സീക്രറ്റ് പറഞ്ഞ ഫയലിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ഡിവൈസ് പുതിയത് ഉണ്ടാക്കിയാലും വൈഫൈയുടെ പാസ്വേഡ് ഓൾറെഡി തന്നെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ മേളിൽ കാണാൻ സ്ക്രീൻ സീക്രറ്റ്സ് പറഞ്ഞൊരു YAML-ലാണ് ഈ സാധനം ഇരിക്കുന്നത്, വൈഫൈയുടെ പേരും പാസ്വേഡ്. അപ്പോൾ ഇതാണ് ESP ഹോമിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ്. ഇതിപ്പോൾ ഇനി പാസ്വേഡൊന്നും ചോദിക്കില്ല, വൈഫൈയുടെ പേരും പാസ്വേഡും ഒന്നിനത്തോട് ചോദിക്കില്ല. ഇനി ഞാൻ ഈ ഹോം അസിസ്റ്റൻ്റ് ഇനി മൊബൈൽ ആപ്പായിട്ട് കണക്ട് ചെയ്ത് കാണിക്കാൻ പോവാണ്. മൊബൈൽ ആപ്പ് ഉണ്ട് ഇതിന്. ഹോം അസിസ്റ്റൻ്റ് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഈ മൊബൈലും സെയിം നെറ്റ്വർക്കിലായിരിക്കണം കേട്ടോ നിങ്ങളുടെ ഇപ്പോൾ സെർവർ ഇരിക്കണം. ആപ്പ് തുറക്കുമ്പോൾ കണക്ട് ടു മൈ ഹോം അസിസ്റ്റൻറ്റ് സെർവർ എന്ന ബട്ടൺ കാണാം, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ സെർച്ച് ചെയ്യും ആ നെറ്റ്വർക്കിൽ. ഇപ്പോൾ കാണാൻ പറ്റും എൻ്റെ ഒരു സെർവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണക്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. അടുത്ത പേജിൽ ഈ ഡിവൈസിൻ്റെ പേര് എന്താണ് കൊടുക്കേണ്ടത് അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് കൊടുക്കുക. സേവ് വെക്കുക. എന്നിട്ട് ഇത് ഓക്കെ ഗോട്ടിട്ടും കൊടുക്കുക. എന്നിട്ട് ഷെയർ മൈ ലൊക്കേഷൻ കൊടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾ HTTPS ആയിട്ട് ഉപയോഗിക്കണം. അതിന് എന്തോ സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ലൊക്കേഷൻ ഓൾ ദ ടൈം കൊടുക്കുക. എന്നിട്ട് വീട്ടിലെ വൈഫൈ ഹോം നെറ്റ്വർക്ക് ഏതാണ് സെലക്ട് ചെയ്യുക. അതിപ്പോൾ എൻ്റെ കറക്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്, അതാണ് എൻ്റെ ഹോം നെറ്റ്വർക്ക്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹോം അസിസ്റ്റൻ്റ് മൊബൈൽ ഇപ്പോൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. സെയിം ഇൻ്റർഫേസ് തന്നെ നമുക്ക് ESP ഡിവൈസ് വേണമെങ്കിൽ ഇവിടെയും ചെയ്യാം. ESP ഹോം ഉപയോഗിക്കാം ഇവിടെ തന്നെ. മൊബൈൽ തന്നെ വേണമെങ്കിൽ ഡിവൈസ് കോൺഫിഗർ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, സോഫ്റ്റ്വെയർക്ക് ഇത് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മെയിൻ PC കയറിയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ഡിവൈസസ് ആൻഡ് സർവീസ് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ മൊബൈൽ ആപ്പ് എന്ന ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡിവൈസ് കാണാം. അതിനകത്ത് എന്തൊക്കെ സെൻസേഴ്സ് ഉണ്ട് അതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ബാറ്ററി ലെവൽ, ബാറ്ററി സ്ട്രേറ്റ്, ചാർജ് ടൈപ്പ്, പിന്നെ ഫോണിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് സെൻസേഴ്സ് ഉണ്ട് കേട്ടോ. അടിയിൽ 93 ഡിസേബിൾഡ് എൻറ്റിറ്റീസ് കാണാം. മേളിൽ സെൻസർ 28 ഡിസേബിൾഡ് ആണ്. ബൈ ഡിഫോൾട്ട് അത് ഓഫാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഇൻഡിവിജ്വലി ഓൺ ആക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചോട്ടെ. ഇപ്പോൾ എന്താക്കുക, ഇപ്പോൾ ഈ ഫോണിൻ്റെ ചാർജിങ് സ്റ്റേറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഫോൺ ഇപ്പോൾ പ്ലഗ് ചെയ്യാൻ പോകണാണ് അഡാപ്റ്ററോട്ടേക്ക്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് ചേഞ്ച് ആവണം കാണാം. കണ്ടാ, ചേഞ്ച് ടു AC ചാർജിങ്ങിനാണ്. ഇപ്പോൾ ബാറ്ററി സ്റ്റേറ്റ് മാറും. ഡിസ്ചാർജിങ്ങിൽ നിന്ന് ചാർജിങ്ങിലോട്ടേക്കാവും. ചാർജിങ്ങിലോട്ടേക്കായി. ഇനി ഞാൻ വീണ്ടും ചാർജർ ഊരാൻ പോണേ. അപ്പോൾ അത്
മാറും, നണ്ണാവും, പിന്നെ ചാർജിങ് ഡിസ്ചാർജിങ് ആവും. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഓട്ടോമേഷൻ കാണിച്ചു തരാം. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോമേഷൻ ആൻഡ് സീൻസ് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഓട്ടോമേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഓട്ടോമേഷൻ. എന്നിട്ട് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, വെൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഇപ്പോൾ ഫോണിൻ്റെ ഒരു കണ്ടീഷൻ കൊടുക്കുക. ഇതിനകത്ത് എൻ്റെ ഫോൺ താഴെ ഇപ്പോൾ ഉണ്ടാവും, SM എന്ന് പറഞ്ഞൊരു ഫോൺ. അത് സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ബാറ്ററി ലെവൽ ചേഞ്ചസ് എന്ന ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ ഈ ഒരു ഓട്ടോമേഷൻ ട്രിഗർ ഔട്ടാണ് ബാറ്ററി ലെവൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ. അപ്പോൾ ഞാൻ എബവ് 13% കൊടുക്കാൻ പോണ്. ഇപ്പോൾ ഫോൺ ഇപ്പോൾ നിലവിൽ 12%. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യും ഇപ്പോൾ. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാൻ. നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് സെൻഡ് നോട്ടിഫിക്കേഷൻ വിയ മൊബൈലിൽ നിന്ന് കൊടുക്കും. മേളിലെ മെസ്സേജും പിന്നെ അടിയിൽ ടൈറ്റിൽ ബാർ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇപ്പോൾ ദെന്നിൻ്റെ അവിടെ 3 ഡോട്ട് കണ്ടില്ല, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൺ ആക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ആക്ച്വലി. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യട്ടോ. ഇനി 13% മേളിലാവുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നോന്നാണ് ഞാനിപ്പോൾ പ്രോഗ്രാം ഉണ്ടാക്കി വെച്ചാണ്. പ്രോഗ്രാമല്ല, ഓട്ടോമേഷൻ ഉണ്ടാക്കി വെച്ചാണ്. സാധനം വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ കണ്ടത് ബാറ്ററി ലെവൽ ഇപ്പോൾ 12% ഇന്നത് കാണിക്കണം ഹോം അസിസ്റ്റൻറ്റിൽ. അപ്പോൾ ഞാൻ മൊബൈലിൽ ചാർജർ ഊരുമ്പോൾ ഈ സാധനം അപ്ഡേറ്റ് ആവും 15%. എന്നിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വീണ്ടും കുറച്ചുകൂടി നല്ല എക്സാമ്പിൾ ട്രൈ ചെയ്യാൻ പോകണാണ്. ഞാൻ ഈ പ്രാവശ്യം NTT സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിനകത്ത് ചാർജർ ടൈപ്പില്ലേ, അത് വെറുതെ ഇങ്ങനെ ചാർജർ ഊരിയിട്ട് അൺനോൺ ചാർജർ കുത്തിക്കഴിഞ്ഞാൽ AC എന്ന് കാണിക്കും. അപ്പോൾ ഞാൻ ചാർജർ ടൈപ്പ് AC ആവുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരണം. മെസ്സേജ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നല്ലൊരു മെസ്സേജ് ഇട്ടിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യില്ലെന്ന്. ഈ പ്രാവശ്യം വർക്ക് ചെയ്യണം കേട്ടോ, വർക്ക് ചെയ്യാണ്ടിരിക്കില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം അസിസ്റ്റൻ്റ് സെറ്റപ്പ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഹോം അസിസ്റ്റൻ്റ് വെച്ച്, ഇഫ് മെൽസ് ഓട്ടോമേഷനൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ.